ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം കൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്സാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. സാധാരണ നോർമൽ പഴത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓരോ പഴവും 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് ഒരു ബൗളിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. നമ്മൾ ഈ ബ്രെഡ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബ്രെഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ അതുകൂടി ചേർക്കുകയാണ്. ഇത് 3 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ ഈ ഏലക്ക പൊടിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ വെച്ചിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം പാല്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഒന്ന് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ചീസ് കൂടിയാണ്. അപ്പോൾ ഞാൻ ചീസ് ബ്ലോക്സാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കട്ടയാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ചീസ് ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ ബോൾസാക്കി തയ്യാറാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അതല്ല, ചീസ് കയ്യിലുണ്ടെങ്കിൽ ചീസ് ഇതുപോലെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ കയ്യിൽ ഒരല്പം ഓയിൽ തടകിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താലും മതിയാവും. അപ്പോഴും നല്ല കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ നമുക്കിത് കിട്ടും. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിലൊന്നും അങ്ങനെ ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത അത്രയും പഴത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒരു 6 സ്നാക്സാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടായിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. അതിനുശേഷം 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറിലൊന്ന് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 സൈഡും നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചീസ് ബനാന സ്നാക്സാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. വൈകുന്നേരം ചായക്കൊപ്പം ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തേക്കാണെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.